പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ഞങ്ങളുടെ യാത്രയുടെ കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ചെറിയ ഒരു വേദന നിറഞ്ഞ ഒരു കാര്യം കൂടി, എൻ്റെ മനസ്സിന് വേദന നിറഞ്ഞ ഒരു കാര്യം കൂടി. കഴിഞ്ഞ മാസം എൻ്റെ ഒരു സുഹൃത്ത് കോട്ടയം ജില്ലയിൽ ഒരു പാമ്പിനെ പിടിക്കുന്ന പാമ്പ് സംരക്ഷകൻ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പാമ്പിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നതിനിടയിൽ പാമ്പ് കടിയിട്ട് മരണപ്പെട്ടു. അത് കഴിഞ്ഞ് ഒരാഴ്ചയും കൂടി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ 2-3 ദിവസങ്ങൾക്ക് മുന്നേ ബേപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മറ്റൊരു പാമ്പിനെ സേവ് ചെയ്യുന്ന, അല്ലെങ്കിൽ പാമ്പിനെ സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ പാമ്പിനെ അപകടത്തിൽപ്പെട്ട പാമ്പുകളെ രക്ഷിക്കുന്ന ഒരു പ്രിയ സുഹൃത്ത് കൂടി പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു. ഇതെല്ലാം അനാവശ്യമായുള്ള ഇടപെടൽ കൊണ്ട്. കാരണം ഇതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിനെ കാണാനോ അല്ലെങ്കിൽ മൊബൈലിൽ പകർത്താനോ ഒക്കെ വരുമ്പോൾ അവരെ ഇവർ ശ്രദ്ധിക്കുമ്പോഴാണ് ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാവുന്നത്. അത് ആ അപകടങ്ങൾ അങ്ങനെ നമ്മളാൽ മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. എന്തായാലും ഞങ്ങളുടെ കൗമുദി ടീമിൻ്റെ കൗമുദി സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്രയുടെ ഇന്നത്തെ ആദ്യത്തെ അതിഥി, ഒരു അതിഥിയെ കണ്ടു എന്ന്, അല്ലെങ്കിൽ ഒരു അതിഥി കിണറ്റിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞ് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പ്രശാന്ത് നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കിണറ്റിലൊരു അതിഥി അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം വിളിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം. നമ്മുടെ കിണറ്റിലകപ്പെട്ടിരിക്കുന്ന അതിഥി. നമുക്ക് പോകാം, സമയം കളയേണ്ട. നമ്മൾ എന്തായാലും ആ സ്ഥലത്തെത്തി നമുക്ക് പോകാം ആ വീട്ടിലേക്ക്, ആ അതിഥിയുടെ അടുത്തേക്ക്. വിളിച്ചോ, മൂടിയിട്ട് വേണ്ട, ലൈറ്റ് നോക്കാം. ആഴമുണ്ട്. ആ കുഞ്ഞനല്ലേ ദാ ബീ കിടക്കുന്നല്ലേ, അതല്ലേ വെട്ടം, നമ്മുടെ വെട്ടം എടുത്തില്ലല്ലേ. എന്തായാലും നമ്മൾ വന്നു. നമ്മൾ അതിഥിയെ കാണാം. കിണറാണെങ്കിലും കിണറ്റിനകത്ത്, വീടിൻ്റെ കാർപോർച്ചിനകത്താണ് കിണർ. അപ്പോൾ അതിനകത്ത് നമുക്കൊരു ഇരുട്ടത്തെന്തോ ഒരു അതിഥി കിടക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് പാമ്പ്, അത്ര കനമുള്ളതൊന്നുമല്ല. നമുക്ക് നോക്കാം. നമുക്ക് അദ്ദേഹത്തിൻ്റെ ടോർച്ച് വാങ്ങി നമുക്കൊന്ന് തെളിച്ച് നോക്കാം അതിഥി ആരാണെന്ന്. അതിഥി അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ, അദ്ദേഹം പറഞ്ഞ് മൂർഖൻ്റെ കുഞ്ഞെന്നാണ് പറയുന്നത്. എന്തായാലും മൂർഖൻ തന്നെയാണ്. നമുക്ക് കാണാം അതിൻ്റെ കോബ്ര, സ്പെക്ടിക്കൽ കോബ്ര. നമുക്ക് ഈ സൈഡിൽ അതിൻ്റെ റിങ്ങിൻ്റെ വക്കിൽ അങ്ങനെ ഇരിപ്പുണ്ട്. നമുക്ക് കാണാം നമ്മുടെ പ്രേക്ഷകർക്ക്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് നമ്മുടെ അതിഥിയെ കുറേ, എനിക്ക് തോന്നുന്നു ഇന്ന് അവർ കണ്ടതുകൊണ്ട് ഈ ഹോൾ വഴി, ഈ കാണുന്ന ഈ പൈപ്പിൻ്റെ ഹോളിൽ കൂടെ ആയിരിക്കും അദ്ദേഹം അകത്ത് വീണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സമയങ്ങൾ നമുക്ക് അദ്ദേഹത്തിനെ രക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രേക്ഷകരോട്, നമ്മുടെ സ്നേക് മാസ്റ്റർ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ കിണറ്റിന് ആഴം കുറവാണ്, എന്നാലും ഒരാളിൽ കൂടുതൽ വെള്ളമുണ്ട്. പക്ഷേ സ്ഥിരം കിണറ്റിൽ ഇറങ്ങുന്നതുകൊണ്ടും അത് വേറെ വഴുക്കലൊന്നും ഇല്ലാത്തത് കൊണ്ടുമാണ് ഞാൻ കയർ ഉപയോഗിക്കാതെ ഇറങ്ങുകയാണ്. കാരണം അത് ഒരു നെഗറ്റീവായിട്ട് നമ്മുടെ പ്രേക്ഷകർ കാണാതിരിക്കുക. അതുപോലെ ഇത് അനുകരിക്കാനും ശ്രമിക്കരുത്. കാരണം ഞാൻ ഒരുപാട് ഈ പാമ്പ് മേഖലയിലേക്ക് വരുന്നതിന് മുന്നേ എൻ്റെ ജോലി ഇങ്ങനെയുള്ള മേഖലകൾ തന്നെയായിരുന്നു. അപ്പോൾ എനിക്കത് കിണറ്റിനെ കുറിച്ച് നല്ല അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ കയർ ഉപയോഗിക്കാത്തത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് നെഗറ്റീവായിട്ട് കാണാതിരിക്കുക, അതിനെ വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് മറ്റുള്ളവർ അനുകരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായാലും നമ്മൾ സമയങ്ങളിൽ നമ്മൾ അതിഥിയെ നമുക്ക് ഇറങ്ങി താഴേക്ക് പോയി എടുത്തുകൊണ്ട് വരുത്തിലേക്ക്. അത് നമ്മൾ സമയം കളഞ്ഞില്ല. നമ്മൾ അതിഥിയെ എന്തായാലും നമുക്ക് നമ്മൾ അതിഥിയെ പിടികൂടി നമുക്ക് മുകളിലേക്ക് വരാം.
ഇദ്ദേഹം അധികം പ്രായമൊന്നുമില്ല. ഇദ്ദേഹം നമ്മുടെ പ്രിയ സുഹൃത്ത് വിളിച്ചപ്പോൾ ഇങ്ങ് എത്തിയപ്പോൾ പറഞ്ഞ ഒത്തിരി നല്ല സൈസാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ 1 മാസങ്ങൾക്ക് മുന്നേ ഞാൻ ഇവിടെ നിന്നൊരു കുഞ്ഞൻ അതിഥി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പിടികൂടിയിരുന്നു. അപ്പോൾ അതേ സെയിം പ്രായക്കാരൻ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾ തന്നെയാണ് ഇദ്ദേഹം ഭക്ഷണം തേടി അലഞ്ഞതിന് ശേഷം ഈ തണുത്ത പ്രതലത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്താണ് ഒരു ഓട്ട. നമ്മുടെ അതിഥികൾക്കൊരു പ്രത്യേകതയുള്ളത്, ഓട്ടയെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹോളെന്ന് പറയുമ്പോൾ അതിനകത്ത് ഇരുട്ടായിരിക്കും. പെട്ടെന്ന് ആ ഇരുട്ടിലേക്കാണ് ഇറങ്ങും. അവരത് ഷെൽട്ടറാണ്, അതിനകത്ത് അല്ലെങ്കിൽ എലിയോ തവളയോ എന്തെങ്കിലും കാണുമെന്ന് പറഞ്ഞ് ഇദ്ദേഹം അതിനകത്ത് പോയി ഇറങ്ങുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹം ആ മോട്ടറിൻ്റെ കണക്ഷൻ പോകുന്ന പൈപ്പിൽ കൂടി അകത്തേക്ക് ചാടിയത്. അതുപോലെ മറ്റൊരു കാര്യം, നല്ല ടയേർഡാണ് ഇദ്ദേഹം, നല്ല ടയേർഡാണ്. കാരണം നമുക്ക് പത്തിയെടുക്കാനായിട്ടുള്ള ഒരു ആരോഗ്യം പോലും ഇല്ല അദ്ദേഹത്തിന്. വെറും 4 മാസത്തിന് 3 മാസത്തിന് പുറത്തുള്ള പ്രായം കാണും. നമ്മളെന്തായാലും ഇനി സമയം കളയുന്നില്ല. ഈ ആരോഗ്യക്കുറവായ ഒരു അതിഥിയെ നമ്മൾ വെച്ച് ബുദ്ധിമുട്ടിക്കുന്നത് പാവമാണ്. നമ്മൾ ഈ അതിഥിയെ എന്തായാലും ബോട്ടിലാക്കും. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞാൽ എയർ ഹോൾ ഇടണം. നമ്മൾ വണ്ടിയിൽ പോയിട്ട് വണ്ടിയിലെ സിസ്റ്റർ അഥവാ കത്തിരി ഉള്ളത് വെച്ച് ഹോളിടാം. എന്തായാലും നമ്മൾ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. ഇവരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക്, അടുത്തൊരു കോൾ വന്നിട്ടുണ്ട്, അടുത്ത സ്ഥലത്തേക്ക് അടുത്തൊരു പുതിയ അതിഥി, അല്ലെങ്കിൽ വ്യത്യസ്തനായ അതിഥിയാണോ എന്ന് നമുക്ക് നോക്കാം. പോകാം നമുക്ക് അടുത്ത അതിഥിയുടെ അടുത്തേക്ക്. എന്തായാലും സ്നാക്ക് മാസ്റ്റർ ടീമിൻ്റെ അടുത്ത യാത്ര, ഇന്നത്തെ 2ാമത്തെ യാത്ര, നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. കുമരിച്ചന്ത എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വർക്ക്ഷോപ്പ് അല്ല സർവീസ് സ്റ്റേഷൻ. ഈ സർവീസ് സ്റ്റേഷനകത്തൊരു കിണറ്റിൽ ഒരു അതിഥി 3-4 ദിവസമായി നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടാനായിരിക്കും, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പരിചയപ്പെടാനായിരിക്കുന്ന ഒരു അതിഥി ഒന്ന് അകപ്പെട്ടിട്ട് 10-15 ദിവസമായി. പക്ഷെ അവർ കഴിഞ്ഞ ദിവസമാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ നല്ല തിരക്കായിരുന്നു, സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ ആ വിഷയം ആ സംഭവം അങ്ങ് മാറുന്നു. അപ്പോൾ ഇന്ന് രാവിലെ അവരെന്തായാലും നമ്മുടെ ടീം എത്തിയ ഉടനെ അവർ വിളിച്ചു. അപ്പോൾ ഇവർ വിളിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരു കിണറ്റിനകത്തായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ 2ാമത്തെ യാത്രയും കിണറ്റിനകത്ത് തന്നെയാണ് ഒരു അതിഥി അകപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് സമയം കളയേണ്ട, നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക്, അല്ലെങ്കിൽ പ്രേക്ഷകരെ പരിചയപ്പെടാനായിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ സർവീസ് സ്റ്റേഷനിലെ ആൾക്കാരുടെ എല്ലാവരും, അല്ലെങ്കിൽ പ്രിയ സഹോദരന്മാരുടെ എല്ലാവരുടെയും മൊബൈലുകളിൽ അത് പകർന്ന് കാണും. കാരണം ഇവരൊക്കെ ഇന്നലെ തൊട്ടേ കല്ലിട്ട് പത്തിയെടുത്ത് ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമ്മൾ ആ അതിഥിയെ വിഷമിപ്പിക്കുന്നില്ല, ടെൻഷൻ അടിപ്പിക്കുന്നില്ല. പോകാം, നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണ്. ഇതല്ലേ എന്തായാലും നമ്മൾ വന്നു, നമ്മുടെ അതിഥിയെ കണ്ടു. അധികം പ്രായമുള്ള ആളൊന്നുമല്ല, 2 മാസം 3 മാസം കഴിഞ്ഞ് കാണും. അദ്ദേഹത്തിന് ഒരു കുഞ്ഞ് മൂർഖൻ അഥവാ സർപ്പം, അഥവാ സംസ്കൃത സർപ്പം എന്നറിയപ്പെടും. നമ്മളെപ്പോഴും അറിയാം, നമ്മുടെ പ്രേക്ഷകരോട് വീണ്ടും പറയുന്ന ഒരു കാര്യമാണ്, രാജവെൺപാല എന്നറിയപ്പെടുന്ന പാമ്പ്, സർപ്പം, കൃഷ്ണസർപ്പം എന്നാണ് ഇതിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ കുലം തന്നെയാണ്, അല്ലെങ്കിൽ കോബ്ര അഥവാ മൂർഖൻ പാമ്പിൻ്റെ കുലം തന്നെയാണ് രാജവെൺപാലകളും. അപ്പോൾ ഇതിനെല്ലാം സർപ്പത്തിൻ്റെ ഗണത്തിൽ, അല്ലെങ്കിൽ മൂർഖൻ്റെ ഗണത്തിൽ, അല്ലെങ്കിൽ നാഗത്തിൻ്റെ ഗണത്തിലാണ് ഇതിനെയൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഴയ ഗ്രന്ഥങ്ങളിൽ, നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളിലെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് വാസുകി എന്ന് പറയുന്ന പാമ്പിനെക്കുറിച്ച്. വാസുകി എന്ന് പറയുന്ന പാമ്പ് യഥാർത്ഥത്തിൽ രാജവെൺപാല തന്നെയാണ്. അതിനേക്കാളും വലിയ പാമ്പുകളൊന്നും ഇന്നുവരെ ഭൂമിയിൽ ജനിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകർ നമ്മളിതൊക്കെ പറയുമ്പോൾ ആളുകളിലേക്ക് ഇപ്പോൾ രാജവെൺപാലയുടെ ഏറ്റവും വലിയ പാമ്പ് എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കാറുണ്ട് രാജവെൺപാലയേക്കാളും വലിയ പാമ്പല്ലേ വാസുകി. വാസുകി എന്ന് പറഞ്ഞ പാമ്പിന് നമ്മൾ പൂർവികർ പറയുന്നത് വിഷപ്പാമ്പ് എന്നാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട് വിഷം എന്ന് പറയുന്ന സാധനം പാമ്പുകൾക്ക് ഇല്ല എന്നുള്ളത്. അതുപോലെ സർപ്പം, പാമ്പുകൾക്ക് ഒരുപാട് പേരുകളുണ്ട്. ചിലർക്കെങ്കിലും ചില തെറ്റിദ്ധാരണകളുണ്ടാവാം, ഞാൻ പറയുന്നതാണ് ശരിയെന്ന്. പക്ഷേ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഒരു പ്രത്യേകത, ഞങ്ങളെല്ലാവരും, ഞാനായിരുന്നാൽ തന്നെയും നമ്മുടെ പ്രൊഡ്യൂസറായിരുന്നാൽ തന്നെയും ഒക്കെ പാമ്പുകളെക്കുറിച്ചുള്ള മറ്റ് അറിവുകൾ, അതായത് നമ്മുടെ മറ്റ് പഴയ ആൾക്കാർ എഴുതിയ ഗ്രന്ഥങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉൾക്കൊള്ളുന്ന കാര്യം കുറേയൊക്കെ തെറ്റും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പാഠപുസ്തകങ്ങളിൽ തന്നെ
തെറ്റാണെന്ന് ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ പഴയ ഗ്രന്ഥങ്ങളിലും തെറ്റുണ്ട്. കാരണം പഴയ ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നത് അതേപടി. ഇപ്പോൾ വിഷപ്പാമ്പ് എന്ന ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നു, ലോകത്ത് ഒരു പാമ്പുകൾക്ക് വിഷമില്ല. അപ്പോൾ അതെങ്ങനെയാണ് ശരിയാവുന്നു? അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ അതിഥിയെ, കുഞ്ഞൻ അതിഥിയെ, നമുക്ക് ഒരുപാട് ദിവസമായി അദ്ദേഹം ഭക്ഷണമൊന്നും കഴിക്കാതെ, ഇവർ ഭക്ഷണം കഴിച്ചിട്ട് ഇവരിവിടെയുള്ളവരെല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചിട്ട് വന്ന് ഒരു കല്ലിടും, അപ്പോൾ പത്തിയെടുക്കും, അപ്പോൾ ഫോട്ടോ എടുക്കും, മിണ്ടാതെ പോകും. അടുത്ത ആൾ വരും, കല്ലിടും, പത്തിയെടുക്കും, ഫോട്ടോ എടുക്കും, മിണ്ടാകും. അപ്പോൾ അങ്ങനെ അദ്ദേഹം നല്ല ടയേർഡായിരിക്കുന്നു എന്നാണ് രാവിലെ എന്നെ മൊബൈലിൽ വിളിച്ച് പറഞ്ഞത്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി ആയിരുന്നു. കാണാം നമ്മുടെ പ്രേക്ഷകർക്ക്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. വീണ്ടും ഞാൻ പറയുന്നു, ഇതൊരു കുഞ്ഞു കിണറാണ്. 4 ഉറ മാത്രമേ നമുക്ക് പുറത്ത് കാണാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ കയറില്ലാതെ ഇറങ്ങുന്നതുകൊണ്ട് അപകടമില്ല. എന്നാലും വെള്ളം ഒരാളിൽ ഹൈറ്റിൽ കൂടുതൽ വെള്ളം ഇതിനകത്ത് കാണും. എന്ന് വെച്ചാൽ ഇതൊക്കെ പണ്ടത്തെ പരമനാഭസ്വാമി ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള പുഞ്ചപ്പാടങ്ങളാണ് ഈ മേഖലയൊക്കെ. അപ്പോൾ താഴ്ന്ന ചതുപ്പുകളാണ്. അപ്പോൾ ഇവിടെയൊക്കെ അടിയിൽ ശകലം മാന്തുമ്പോൾ തന്നെ വെള്ളം ഉണ്ടാവും. നമുക്ക് നോക്കാം നമ്മുടെ അതിഥിയാരം. നമ്മൾ അദ്ദേഹത്തിനെ എടുത്തു. ഞാൻ പറഞ്ഞതല്ല, ഒരു 3 മാസത്തിൽ കൂടുതൽ പ്രായം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാം. മേളിലേക്കല്ല, മുകളിലേക്ക് കൊണ്ടുവരാം. എന്തായാലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇദ്ദേഹത്തിനെ കണ്ടതാണ്. ഇനി നമ്മളെന്തായാലും സമയം കളയുന്നില്ല. ഇദ്ദേഹത്തിന് ഒരു 3 മാസത്തിന് മുകളിൽ മാത്രമേ പ്രായമുള്ളൂ. നല്ല ടയേർഡാണ്, ഭക്ഷണം കഴിക്കാൻ നല്ല ടയേർഡ്. അതിനകത്ത് വീണിട്ടുണ്ട്. എനിക്കൊരു 10-15 ദിവസം ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവർ വിചാരിച്ചാൽ കയറിപ്പോകുമെന്ന് വിചാരിച്ചാൽ അതിന് കമ്പിയും ഇതൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. പക്ഷേ അത് കയറിപ്പോയില്ല. നല്ല ടയേർഡാണ്. ഇദ്ദേഹത്തിന് ഇനിയിപ്പോൾ ഒരു കാര്യമുള്ളത് കടിക്കുക എന്നുള്ള മാത്രമല്ല, ഫീമെയിൽ, അത് പെണ്ണാണ്. നമ്മൾ നേരത്തെ ഒരു കണ്ടി നടത്തുന്നത്, അതും ഫീമെയിൽ തന്നെയാണ്. നോക്കുക, ടയേർഡായിട്ട് അദ്ദേഹം കടിക്കാനായിട്ട് ഉള്ള ശ്രമം. അതിനാണ് നാവ് ഇങ്ങനെ നല്ല നീളത്തിൽ പുറത്തേക്ക് കൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നൊരു കാര്യം, നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ മാസം നമ്മുടെ കോട്ടയം ജില്ലയിൽ ഒരു പ്രിയ സുഹൃത്ത് പാമ്പ് കടിയിട്ട് മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ്, ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഇത് പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞത് വാവാ സുരേഷ് ചേട്ടന് അദ്ദേഹത്തിൻ്റെ ഈ മരിച്ച ആൾ അദ്ദേഹത്തിൻ്റെ വൈഫിനോട് പറഞ്ഞിരുന്നു എന്ന്. വാവാ സുരേഷ് ചേട്ടന് പാമ്പ് കടിച്ച് മരിക്കുന്നില്ലല്ലോ, പിന്നെ നീ എന്തിനാ ഭയപ്പെടുന്നത്, എനിക്ക് കടിയിട്ടില്ല, മരിക്കത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു മണ്ടത്തരം കഥയാണ്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ HOD ആയിരുന്ന ശ്രീമൻ ഡാലസ് സാർ അവർ ഉൾപ്പെടെയുള്ളവർ എൻ്റെ ശരീരത്തിൽ നിന്ന് രക്തമെടുത്ത് പരിശോധിക്കുകയും എൻ്റെ ശരീരം മുഴുവനും പഠിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അവർ പറയുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു എൻ്റെ ശരീരത്തിൽ ആൻറ്റിബോഡി ഫോം ചെയ്യുന്നുണ്ടെന്നും. അപ്പോൾ അറിയുക, അവരെപ്പോലുള്ളവർ കണ്ടെത്തി എൻ്റെ ശരീരത്തിൽ ആൻറ്റിബോഡി എന്ന് പറയുന്നൊരു സാധനം അല്ലെങ്കിൽ ഒരു പ്രക്രിയ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുന്നു എന്നുള്ളത്. ഒരു കാരണവശാലും നിങ്ങളാരും നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടിട്ട് അനുകരിക്കരുത്. നിങ്ങളോട് ആരോടും ഞങ്ങളത് അനുകരിക്കാൻ പറയുന്നില്ല. വളരെ ശ്രദ്ധിക്കണം. ഈ കുഞ്ഞൻ അതിഥിയെ നമ്മൾ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത അതിഥിക്കായി യാത്ര ആരംഭിക്കാം. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മെഡിക്കൽ കോളേജ് ഹൈസ്കൂളിന് മുന്നിൽ ഒരു വീട്ടിൽ ഒരു കുഞ്ഞൻ അതിഥിയെ കണ്ടുവന്ന് ഇവിടുത്തെ വീട്ടിലെ സാറ് വിളിച്ചു. സാറ് പുറത്ത് ദൂരെ എവിടെ നിൽക്കുകയാണ്. ഇവിടെ അമ്മയും അദ്ദേഹത്തിൻ്റെ വൈഫും, അദ്ദേഹത്തിൻ്റെ അമ്മയും അദ്ദേഹത്തിൻ്റെ വൈഫും മാത്രമേ ഉള്ളൂ.
എന്നാലും നമ്മൾ ഈ സ്ഥലത്തെത്തി നമ്മളെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം. ഒരു കുഞ്ഞൻ അതിഥി വീട്ടിൻ്റെ പിന്നിൽ, ഈ വീടിൻ്റെ ഈ കൊച്ചു ഇടുങ്ങിയ വഴികളിൽ നമുക്ക് അങ്ങോട്ട് പോകണം. പിന്നിലാണെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അമ്മ നോക്കി നിൽക്കുന്നു പറയും. നമുക്ക് നോക്കാം. അമ്മയെ അധികം ബുദ്ധിമുട്ടിപ്പിക്കണ്ട. ഇല്ല ഓടിക്കണ്ട. എന്തെന്നറിയാം, അതോട്ടൊന്നും ഒരു ബന്ധമില്ല. മണ്ണെണ്ണ മാത്രമേ ഉള്ളൂ അകത്ത് കേട്ടാൽ മതി. മണ്ണെണ്ണ മാത്രമേ ഉള്ളൂ. അതെ, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ വന്നു. ഈ അമ്മ ഇവിടെ കാവൽ നിൽക്കുകയാണ് കുറേ നേരം കൊണ്ട് നമ്മുടെ അതിഥിക്ക് വേണ്ടി, അതിഥി പോകാതിരിക്കാനായി. എനിക്ക് തോന്നുന്നത് നമ്മുടെ പൂർവികർ പറഞ്ഞതുപോലെ ലോകത്ത് സൗന്ദര്യമുള്ള 2 പേരേ ഉള്ളെന്നുള്ളൂ. ഒന്ന് ചട്ട പൊഴിച്ച് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന അതിഥികളായ നമ്മുടെ പ്രേക്ഷകർ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിഥികളാണ്. എനിക്ക് തോന്നുന്നു രണ്ടാമത് ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള അതിഥി നമ്മുടെ ഈ അമ്മയാണെന്ന് തോന്നുന്നു. കാരണം നല്ല അടിപൊളി നല്ല ക്യൂട്ടായിട്ടുള്ള അമ്മ. എന്തായാലും അമ്മ പറയുന്നു ഈ ഗിറ്റിൽ കൂടി അതിഥി അകത്തേക്ക് കയറി. നമുക്ക് നോക്കാം നമ്മുടെ ആ അതിഥി. എന്തായാലും നമ്മളിവിടെ വന്നു. നമ്മൾ ഇതാ കാണുന്നുണ്ട് നമ്മുടെ ഈ ചെറിയൊരു കുഞ്ഞടുപ്പ്. നേരത്തെ എന്തോ ആവശ്യത്തിന് കൂട്ടിയാണ്. അടുപ്പിൻ്റെ ഒരു കല്ലിൻ്റെ ഇടയിൽ, ഈ ബക്കൻ്റെ ഇടയിൽ അങ്ങനെ ഇരിപ്പുണ്ട്. നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക്, അല്ലെങ്കിൽ പ്രേക്ഷകരെ പരിചയപ്പെടുകയായിരിക്കുന്ന അതിഥിരിക്കുന്നു നമ്മുടെ ക്യൂട്ട് അതിഥി. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, പ്രേക്ഷകരെ മാത്രം കാണാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെയൊക്കെ കുഞ്ഞാണമ്മ. എന്തായാലും നമ്മൾ നമ്മുടെ യാത്രയുടെ അടുത്ത അതിഥിയും കുഞ്ഞൻ, ക്യൂട്ടാണ്, നല്ല സ്മാർട്ടായിട്ടുള്ള കുഞ്ഞൻ. എനിക്കൊരു 3 മാസം മാത്രമേ പ്രായം ഇദ്ദേഹത്തിന് വരുള്ളൂ. കാരണം അത് വരും മുട്ട വരും സമയം കഴിഞ്ഞു. മറ്റൊരു കാരണം കൂടി, ഇവയൊക്കെ ഭക്ഷണം തേടി പോകണം. എനിക്ക് തോന്നുന്നത് ഇവിടെ വേറെ പാമ്പുകൾ വരാൻ സാധ്യതയില്ല. കാരണം ഇവിടെ ഈ വണ്ടി ധാരാളം വന്ന് പോകുന്നതുകൊണ്ട്. അപ്പുറത്തൊക്കെ ബിസിനസ് മേഖലയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് 2 വീലർ വരുന്നുണ്ട്. ആ 2 വീലറിനകത്തൊക്കെ ഇരുന്ന് വന്നതായിരിക്കാം, ഇരുന്ന് യാത്ര ചെയ്തതായിരിക്കാം ഇവർ. അങ്ങനെ വരാനേ സാധ്യത. ഇതിന് മുന്നേ അമ്മ ഇവിടെ ഒരു വലിയ പാമ്പിനെ കണ്ടുവന്നു. വലുത് മൂർഖനാവാൻ സാധ്യത കാണുന്നില്ല. കാരണം ഇത് മെയിൻ റോഡിൻ്റെ സൈഡാണ്. ഡെയിലി ഒരു ലക്ഷക്കണക്കിന് വണ്ടി പാസ് ചെയ്ത് പോകുന്ന റോഡാണ്. അപ്പോൾ ഈ മെനമുള്ള പാമ്പുകൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും അനക്കം കേട്ടാൽ, പത്തിയുള്ള പാമ്പ് മൂർഖൻ പെട്ടെന്ന് എണീറ്റങ്ങ് നിൽക്കും. അപ്പോൾ ആൾക്കാരെ കണ്ണിപ്പെടും. അവരെന്തെങ്കിലും തച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ആൾക്കാരെ പിടിച്ച് മാറ്റുകയും ചെയ്യും. എന്തായാലും ഇത് ഒരു കുഞ്ഞ് അതിഥി, ഏകദേശം ഒരു 3 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞൻ അതിഥിയാണ്. നോക്കാം. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ കുഞ്ഞൻ അതിഥി, ഈ ഫീമെയിൽ പെണ്ണാണ് ഇദ്ദേഹം. പെൺ അതിഥി. ഇദ്ദേഹത്തിന് 3 മാസം മാത്രമേ പ്രായമുള്ളൂ. നമ്മൾ ഇദ്ദേഹത്തിനെ ബോട്ടിലാക്കിയിട്ട് അമ്മ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ അമ്മയുടെ വീടിൻ്റെ പറമ്പൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അമ്മയോടും അമ്മയുടെ മകളോടും ഒക്കെ യാത്ര പറഞ്ഞ് പോകേണ്ട സമയമാണ്. പെട്ടെന്ന് പോകേണ്ടതുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് സെർച്ച് ചെയ്തിട്ട് ഉടനെ നമ്മൾ ഇവിടുന്ന് അടുത്ത അതിഥിക്ക് വേണ്ടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumuditv@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.